അടിപൊളി അടിപൊളി. സിനിമകൾ എടുത്തവരാണ് ആദ്യം അടിക്കണം. ഇത്രയും വൃത്തികെട്ട ഒരു മൂവി ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ ആദ്യം നിരോധിക്കണം. സത്യം പറഞ്ഞു വെറുതെ എടുത്തു വെച്ച പടം. ഓക്കെ, ഞാൻ ഒരു ഡയറക്ടറാണ്, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത ഒരു പടമായിട്ട് തോന്നി. ഒരു കണക്ഷനും ഇല്ല. എന്താണ് സ്റ്റോറി എന്ന്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഗാണ്, ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുന്നില്ല പടം. നെഗറ്റീവായിട്ട് അങ്ങനെ അല്ലല്ലോ ചേട്ടാ നമ്മൾ കാണുന്നത്. സൂപ്പർ സിനിമയാണ്, ഫാമിലിയുടെ നോക്കാൻ സിനിമ. വയലൻസ് എന്ന് പറയുമ്പോൾ പാതി സൂപ്പറാണ്, ഹാഫ് ടൈം വരെ ഫുൾ വയലൻസ് ആണ്. ഡാൻസ് ഇംപ്രസ്. സൂപ്പർ സിനിമ കേട്ടോ, അടിപൊളി സിനിമ. നല്ല ഡാൻസ് ഒക്കെ ഭയങ്കര വേറെ ലെവലേട്ടാ. ഒരു ഡാൻസ് ആടിയിട്ടുണ്ടോ? അടിപൊളി അടിപൊളി. നല്ല എനർജറ്റിക് ഡാൻസ്. സൂപ്പർ സിനിമ, ഫാമിലിയുടെ സൂപ്പർ. രക്ഷയില്ല, ഫാമിലിയായിട്ട് കാണാനുള്ള പടം. നല്ലൊരു പടം തന്നെയാണ്, പക്ഷെ എന്തോ ഇവിടെയൊക്കെ കുറച്ച് പോരായ്മകളുണ്ട്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഗാണ്, ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുന്നില്ല പടം. അതാണ് ഇപ്പം പടത്തിന് ഏറ്റവും വലിയ ബാക്കായിട്ട് തോന്നിയത്. അതർവൈസ് ഓക്കെ, പെർഫോമൻസ് വൈസും മ്യൂസിക് വൈസൊക്കെ ഓക്കെയാണ്. പോരാടാ പറയൊന്നുമില്ല, വെറുതെ എടുത്തു വെച്ച പടം. ഓക്കെ, ഞാൻ ഒരു ഡയറക്ടറാണ്, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത ഒരു പടമായിട്ട് തോന്നി. ഒരു കണക്ഷനും ഇല്ല. എന്താണ് സ്റ്റോറി എന്ന് നേരെ പറഞ്ഞിട്ടില്ല പടം. വെറുതെ ധനുഷിൻ്റെയും പിന്നെ ഒരു തങ്കച്ചി പാസ് അത് കാണിക്കാൻ വേണ്ടിയാണ് എടുത്തത്, വേറെ ഒന്നുമില്ല. നെഗറ്റീവ് മാത്രമേ. പോസിറ്റീവായിട്ട് എനിക്ക് ആകെ തോന്നിയത് A.R. റഹ്മാൻ്റെ മ്യൂസിക് വർക്ക് കൊള്ളാം, അത് മാത്രം പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ ഇൻ്റർവെൽ ആ ഒരു ഇതും കൊള്ളാം. ബാക്കിയെല്ലാം പടം വെറുതെ ചുമ്മാ പൈസ കളയാൻ വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അഭിനയം എല്ലാം ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. S.J. സൂര്യ ആയാലും ഒരു ആവറേജ് രീതിക്കാണ് തോന്നിയത്. എല്ലാം പടം ഫുള്ള് ആവറേജ്. ആകെ മ്യൂസിക് വർക്ക് മാത്രം കൊള്ളാം A.R. റഹ്മാൻ്റെ, ബാക്കി എല്ലാം ആവറേജ്. ഡിസപ്പോയിൻമെൻ്റ് ആണ് അത്. ഫസ്റ്റ് ഹാഫിൽ ലൈക്ക് ഇതേപോലെ ലാഗാണ് പടം. പിന്നെ ഇൻ്റർവെല്ലിൽ ചെറിയൊരു പഞ്ചുണ്ട്. സെക്കൻഡ് ഹാഫും ലാഗാണ്. പൊതുവേ നമ്മൾ എന്താ പറയുക, ഒരു മാസ് ആണ് എക്സ്പെക്ട് ചെയ്ത് വന്നത്, പക്ഷേ ഒട്ടും എത്തിയിട്ടില്ല. പടം ക്ലിക്കായി വന്നില്ല. ഒരു പേഴ്സൺ ചോയ്സാണിത്. നെഗറ്റീവായിട്ട് അങ്ങനെ അല്ലല്ലോ ചേട്ടാ നമ്മൾ കാണുന്നത്. പൊതുവേ നല്ല എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് വന്നത്, പക്ഷേ അത്ര മാസ് ഇവർ ഉദ്ദേശിച്ച ആ ഒരു ഇത് കിട്ടിയിട്ടില്ല പടത്തിൽ. അത്രയേ ഉള്ളൂ. അടിപൊളി പടം. നേരത്തെ ലെവൽ ക്രോസിന് ഞാൻ പറഞ്ഞിരുന്നു, ഇത് അതിലും കൊള്ളാം. എന്തുവാ, ഡയറക്ഷൻ നൈസാണ്, വിഷ്വലി കൊള്ളാം, അടിപൊളിയാണ്. ബ്രൂട്ടൽ വയലൻസ് എന്ന് പറയില്ല, പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസാണ് പക്ക. എന്താ സിനിമകൾ എടുത്തവരാണ് ആദ്യം അടിക്കണം. മനസ്സിലായില്ലേ? ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹത്തിന് എന്തെങ്കിലും വേണം. ഒരു മനുഷ്യനെ കൊലപാതകത്തിനൊന്നും ഒരു വിലയില്ല, മാനുഷിക മൂല്യങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത ഇത്രയും വൃത്തികെട്ട ഒരു മൂവി ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല. ഒരു രാജൻ എന്തോ സിനിമയാണോ ഇത്? രാജൻ കാണിക്കുന്ന സിനിമയിലെ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരനെന്നില്ല, സഹോദരി എന്നില്ല, ആരെന്നില്ല, ചുമ്മാ കുറേ പേരെ കൊല്ലുന്നു. ഈ കൊല്ലുന്നതിനൊന്നും ഒരു വാല്യൂ ഇല്ല ഇവിടെ. ഇവരൊക്കെ ഈ പടം കണ്ടിട്ട് അടിപൊളി എന്നൊക്കെ പറയുന്നു. ധനുഷിൻ്റെ സ്ഥിരം പാറ്റേൺ പടം, ഒരു കാര്യമില്ല. കൊടുത്ത പൈസ എന്നല്ല, ഈ പടത്തിൻ്റെ തീമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മാനുഷിക മൂല്യം വേണ്ടേ? അനിയന്മാരെ വിളിച്ചുകൊണ്ട് പോകുന്നു, കൊല്ലുന്നു, എന്നിട്ട് അവന്മാരെ താഴെ തന്നെ കൊല്ലുന്നു, എന്നിട്ട് അവന്മാരെ മെടുക്കാനായിട്ട് പോകുന്നു. ഇത് കണ്ട ആൾക്കാർ ആസ്വദിക്കുന്നു. എന്തോന്ന് സിനിമയാണിത്? അതുകൊണ്ടേ ഇങ്ങനെയുള്ള സിനിമകൾ ആദ്യം നിരോധിക്കണം. സത്യം പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടു നോക്ക്, മനസ്സിലാവും. ചുമ്മാ സിനിമ എന്ന് പറഞ്ഞാൽ പോരാ, ചുമ്മാ കൊല്ലും. ഒരു 60 ഗാനത്തെ കൊല്ലുന്നു. കില്ലെന്ന സിനിമ ഇപ്പോൾ അതിൽ വീണ്ടും വയലൻസിന് റീസൺ ഉണ്ട്, ഇത് അതുപോലും ഇല്ല. അടിപൊളി സിനിമ എന്ന് പറയുമ്പോൾ ധനുഷ് നടനെന്ന നിലയിലും സംവിധായക എന്ന നിലയിലും ബെസ്റ്റാണെന്ന് തെളിയിച്ചു. അത്രയ്ക്ക് നല്ല സിനിമ. പവർ പാക്ഡ് ആക്ഷൻ. കില്ല് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള വയലൻസ് കുറേ ഇതായിട്ട് ഓപ്പണായിട്ട് കാണിച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെ മഹാരാജ കഴിഞ്ഞ് ഇനി തമിഴിലെ അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഈ സിനിമ. എല്ലാം അഭിനേതാക്കളായാലും എല്ലാവരും, പ്രത്യേകിച്ച് ആ നടി തുഷാര വിജയൻ എന്ന് പറഞ്ഞ സഹോദരിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും സൂപ്പറാണ്. എന്തായാലും അടിപൊളി.